എം സ്വരാജ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. ആളുകളുടെ വലിയ തിരക്ക്, പ്രവർത്തകരുടെ വലിയ തിരക്ക് അവിടെ ഉണ്ട്. തിങ്ങി ഞെരുങ്ങിയാണ് സത്യത്തിൽ സ്ഥാനാർത്ഥിയെ നയിച്ചുകൊണ്ട് മറ്റ് എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ വരുന്നത്. നേതാക്കൾ എല്ലാവരും ഉണ്ട് അവിടെ. എ വിജയരാഘവനുണ്ട്, സി എസ് സുജാതയുണ്ട്, വി കെ സനോജുണ്ട്. അങ്ങനെ അവിടെ സംഘടനാ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയ നേതാക്കൾ അനവധിയുണ്ട്. പക്ഷെ അവരെല്ലാവരും ആൾക്കൂട്ടത്തിൽ ഒരാളായി മാത്രം മാറുകയാണ്. അവിടെ എം സ്വരാജും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും മാത്രം എന്ന നിലയ്ക്ക് ആൾക്കൂട്ടത്തെ നമ്മൾ കാണുകയാണ്. ഓരോരുത്തരും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ എന്നത് മാത്രമായി മാറുകയാണ് ആ ആൾക്കൂട്ടത്തെ. അങ്ങനെ എം സ്വരാജിനെ ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും ആവേശത്തോടെ, ഏറ്റവും ഹൃദയംഗമമായി വരവേൽക്കുകയാണ്. ദാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇടതുമുന്നണി നിലമ്പൂർ. കാർമേഘം മൂടിയ അന്തരീക്ഷത്തിലും കടുത്ത ആവേശച്ചൂടിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. അവരുടെ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി കടുത്ത പോരാട്ടമാണ് കാത്തിരിക്കുന്നത്. UDF തങ്ങൾ ഉറപ്പിച്ചു ഈ മണ്ഡലം എന്ന് പറയുമ്പോഴും അതിശക്തമായ പോരാട്ടം നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആരിലേക്കും വിജയസാധ്യതകൾ മാറി മറിയാനുള്ള ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ ഒരുങ്ങുന്നത് എന്ന് ഉറപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പല വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസമാണ് എം സ്വരാജ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം ആര്യാട ഷൗക്കത്ത് അദ്ദേഹം കൃത്യമായി ഈ വിവാദ വിഷയങ്ങളിലൊക്കെ വളരെ സൗമ്യതയോടുകൂടി മാത്രം പ്രതികരിക്കുകയും നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്ന ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ്. എന്തായാലും രണ്ടുപേരും നിലമ്പൂരുകാരാണ്, ആ മണ്ണിൻ്റെ മക്കളാണ്. അവിടെയാണ് ഇരുവരും പോരിനിറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു ആൾ തന്നെ നമ്മുടെ ജനപ്രതിനിധിയായി വരണമെന്ന സ്വാഭാവികമായും തോന്നുന്ന ഒരു പ്രാദേശിക വികാരം, അത് രണ്ടുപേർക്കും ആ ആനുകൂല്യം ലഭിക്കുമെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തായാലും വലിയ തോതിൽ ഇരു നേതാക്കളുടെയും പല സവിശേഷതകൾ തമ്മിലുള്ളൊരു മാറ്റുരയ്ക്കൽ കൂടിയായി മാറും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയത്തിന് അപ്പുറം തന്നെ മറ്റു മേഖലകളിൽ ഇരുവരും പ്രകടിപ്പിക്കുന്ന മികവ് അതേതൊക്കെ നിലയിലാണ് ജനം സ്വീകരിക്കുന്നത് എന്ന് വോട്ടായി മാറുന്ന കാഴ്ച നമ്മൾ നിലമ്പൂരിൽ കാണാൻ പോവുകയാണ്.